ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുമ്പുളി ഉപയോഗിച്ച് എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന്. ഇരുമ്പുളി 500 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി 3-4 പീസാക്കിയാണ് ഒരു ഓർക്കാപ്പുളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നും പറയാറുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പൊ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ജ്യൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് 2 കഷ്ണമായിട്ടത് ഇട്ട് കൊടുക്കാം. അതുപോലെ കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി കൊത്തി അരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി പച്ചമുളക് 4 എണ്ണം, വലിയ പച്ചമുളകാണ്, അത് ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് ഇതിൽ നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ റോസ്മെൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓർക്കാപ്പുളിയുടെ പൾപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പുളിയിഞ്ചി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഇരുമ്പുളി ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി 7 ശർക്കരയുടെ അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 7 ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശർക്കര ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മധുരം കുറവാണെങ്കിൽ പിന്നെയും ഒരു 1-2 ശർക്കര ഇട്ട് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത് ഇവിടെ കറക്റ്റ് ആയിരുന്നു. ഇനി ശർക്കര മെൽറ്റായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി നമ്മുടെ ഇരുമ്പുളിയൊക്കെ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണ്. ഇപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇനിയിപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒരു തിക്കായി കൺസിസ്റ്റൻസിയായി മാറി കിട്ടും. അതിനുശേഷം നമുക്ക് തണുത്തതിന് ശേഷം കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കാം. ചില്ലിഭരണിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കുറച്ച് കാലം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.